ഗുഡ് മോർണിംഗ് ഗൈസ് ഫ്രണ്ട്സ്. ഇപ്പോൾ വണ്ടി നമ്മൾ സെൻട്രൽ സ്റ്റാൻഡിൽ കയറ്റിട്ടുണ്ട്. സെൻട്രൽ സ്റ്റാൻഡിലത് കാരണം പെഡോക്കിലാണ് നിർത്തിയേക്കണത്. ഇപ്പോൾ വേറെ ഒന്നുമല്ല, വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ട് ഏകദേശം കുറേ നാളായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് എനിക്ക് തോന്നുന്നു 2022 മാറ്റിയതാണെന്ന് തോന്നുന്നു. 2022 ഒക്ടോബറിലോ നവംബറിലോ അങ്ങോട്ട് മാറ്റിയതാണ്. കാരണം വണ്ടി നല്ലോണം ഓടിയിട്ടുണ്ട്. കഴിഞ്ഞ സേലം, കോയമ്പത്തൂർ, അങ്ങനെ കുറേ സ്ഥലം, മൂന്നാർ, അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ ഓടി വന്ന വണ്ടിയാണ്. പക്ഷെ കിലോമീറ്റർ ആകാത്തതുകൊണ്ടാണ് ഞാനിത് മാറ്റാഞ്ഞത്. ഏകദേശം 5000, 5500, 6000 ഞാൻ മാറണത്. അപ്പോൾ ഇത് പെഡോക്കിലിട്ടേക്കണ കാരണം ഗേജിലെല്ലാം കാണിക്കുന്നില്ല. പക്ഷെ ശരിക്കും താഴെ ഇറക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈനിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. അതെനിക്ക് ഞാൻ നിലവിൽ മുമ്പൊക്കെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ലിക്വിമോളിയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറാണ്. ലിക്വിമോളി ഇപ്പോൾ ഞാൻ എടുക്കുന്നില്ല, കാരണം ലിക്വിമോളി നല്ല ഓയിലാണ്, നമുക്ക് നല്ല പെർഫോമൻസും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് എൻജിൻ നോയ്സും ഹീറ്റിങ്ങും ഉണ്ട്. എൻജിൻ നോയ്സും ഹീറ്റിങ്ങും ഒക്കെ ഉള്ള കാരണം ഞാൻ ലിക്വിമോളിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഞാൻ ഷെല്ലിൻ്റെ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഷെല്ലിൻ്റെ ഓയിൽ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഞാൻ പോയി മേടിച്ചായിരുന്നു. ഇവിടെ എറണാകുളത്ത് കുറച്ച് കടകളിലൊക്കെ ഞാൻ നോക്കിയിട്ട് എനിക്ക് അത് കിട്ടിയില്ല. അത് കിട്ടാഞ്ഞിട്ട് ഞാൻ ഓട്ടോക്ക് എനിക്ക് കലൂരാണ് എനിക്ക് അവിടെ ഓയിൽ കിട്ടിയത്. കലൂർ മാത്രമേ ഉള്ളൂ. ഞാൻ കുറേ കടകൾ നോക്കിയിട്ട് എനിക്ക് കലൂരിൽ നിന്ന് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ ഇതിൻ്റെ ഓയിൽ മാറും. കാരണം അടുത്ത ദിവസം നമുക്ക് ഒന്ന് വാൽപ്പാറ, പാലക്കാട്, തമിഴ്നാടൊക്കെ പിടിക്കാനുള്ളതാണ്. നമുക്ക് നമ്മുടെ BS3 എത്ര കിലോമീറ്റർ ഓടിയെന്ന് നോക്കട്ടെ. അപ്പോൾ ഇതുവരെ ഇവിടെ ഓടിയിരിക്കുന്നത് 71,325 കിലോമീറ്റർ ആട്ടാ. പെട്രോൾ കുറവാണ്, 2 കട്ടേ ഉള്ളു. ഓക്കെ, അപ്പോൾ പെർഫോമൻസ് എന്ന് പറയാനായിട്ട് നമ്മുടെ ലിക്വിമോളി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന പെർഫോമൻസ് ഇല്ല കേട്ടോ. ലിക്വിമോളി നല്ല പിക്കപ്പും നല്ല പവർ ഡെലിവറിയൊക്കെയാണ്. പക്ഷേ ഇതും കുഴപ്പമില്ല. പക്ഷേ ലിക്വിമോളിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത് പറഞ്ഞ പോലെ ആ ഒരു പ്രശ്നമുണ്ട്, എൻജിൻ നോയ്സും വൈബ്രേഷനും. ഇതിനെ സംബന്ധിച്ച് എന്താ പറയുന്നത്, ഷെല്ലിനെ സംബന്ധിച്ച് നമുക്ക് ആ വൈബ്രേഷനും കാര്യങ്ങളും പിന്നെ ഹീറ്റ് അതൊക്കെ വളരെ കുറവാണ്. വണ്ടി നല്ല സ്മൂത്തായിട്ട് പോകും. നമുക്ക് ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോഴേക്കും അടിപൊളിയായിട്ട് വണ്ടി നല്ല സൈലൻ്റായിട്ട് നല്ല സൂപ്പറായിട്ട് ഓടിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഷെല്ലിലേക്ക് എത്തിയത്. ഞാൻ പല ഓയിലുകളും മാറി യൂസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ഷെല്ലിലേക്ക് എത്തിയതട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിൽ പോയിട്ട് എന്തായാലും ഇത് മാറാം. അവിടെ പെഡോക്ക് സ്റ്റാൻഡില്ല, അതൊരു വിഷയമാണ്. പെഡോക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് കറക്റ്റ് അത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും എൻജിൻ ഓയിൽ മാറിയേക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നലെ പോയി മേടിച്ച ഓയിൽ കേട്ടോ. 10W40 അൾട്ര ഷെൽഡ് അഡ്വാൻസ് ഫുള്ളി സിന്തറ്റിക്കാണ്. ഇതിന് 800 സംതിങ്ങാണ് വരുന്നത്, 879. എനിക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടായിരുന്നു. 1-2 ദിവസം ഡേറ്റ് കിട്ടി വെച്ചെങ്കിൽ ഞാൻ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുക്കുമായിരുന്നു. അവിടെ ഒരു 60 രൂപയുടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഷെല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറയാം കേട്ടോ. ഷെല്ല് മാത്രമല്ല കേട്ടോ, മുമ്പ് ഞാൻ നോട്ടുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. വേണ്ട 7100 അതൊക്കെ മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് കിട്ടാത്തൊരു പെർഫോമൻസ് എനിക്ക് ഈ ഷെല്ലിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതേ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇത് ഡ്രെയിനായിട്ടൊക്കെ അഴിച്ചത് ഓയിലൊക്കെ ഊറ്റി ഏകദേശമൊക്കെ തീരാറായിട്ടാ. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ അത്ര വലിയ ഡാർക്ക് കളറൊന്നും ആയിട്ടില്ല. കളർ മാറിയിട്ടുണ്ട്, എന്നാലും കറുത്ത് കരിക്കട്ട അതേപോലെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇതാണ്ട് നമ്മുടെ ഓയിൽ മൊത്തം 2 ബോട്ടിലുണ്ട്. കാരണം ഇതിന് 1600, 1700 ml ഒക്കെയാണ് നമുക്ക് വണ്ടിക്ക് വേണ്ടത്. അപ്പോൾ 2 ബോട്ടിൽ മേടിക്കണം. അപ്പോൾ വാങ്ങുന്നവർ ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നോക്കണം. കാരണം ഡ്യൂപ്ലിക്കേറ്റ് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇതേ ഓയിൽ ഒഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ആദ്യത്തെ ബോട്ടിലാണ്. അത് ഏകദേശം പൊട്ടിച്ചത് തീരാറായി. അതിൻ്റെ കളർ നോക്കിയിട്ട് നൈസ് കളറാണ് കേട്ടോ. ആദ്യത്തെ ബോട്ടിൽ തീർന്ന്. അപ്പോൾ ഇത് 2ാമത്തെ ബോട്ടിലാണ് കേട്ടോ. കാരണം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം 600, 700 ആ ഒരു ലെവലാണ്. അപ്പോൾ ആ ലെവൽ എത്തണവരെ നോക്കി ഒഴിക്കണം. അതിൻ്റെ കളർ നോക്കിക്കണ്ടേ, നമ്മുടെ മറ്റുള്ള മോട്ടീവുകളൊക്കെ പോലെയുള്ള റെഡ് കളറൊന്നുമല്ല. ഇതൊരു ക്ലിയർ, ഒരു ലൈറ്റ് യെല്ലോ കളറാണ്. നമ്മൾ വെളിച്ചെണ്ണയുടെ കളറൊക്കെ പോലെ ഇരിക്കും ഏകദേശം. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് വൈകി, നമ്മൾ പറഞ്ഞതിലും കുറച്ച് വൈകിയാണ് ചെന്നത്. അപ്പോൾ വണ്ടിയുടെ നമുക്ക് ലെവൽ നോക്കാം. ഓടി വന്നേക്കണ കാരണമാണ് ആ ലെവൽ കൃത്യമായിട്ട് കാണാൻ പറ്റാത്തത്. ഒന്ന് സൂം ചെയ്യട്ടെ.
ഓ സമയത്ത് സൂമിങ് ആകുന്നില്ല, അതെ കുറച്ചുണ്ട് കേട്ടോ, ഒരു പൊടിക്കുണ്ട് അവിടെ. കുറച്ച് വെള്ളം കെട്ടി നിൽപ്പണ ഗ്ലാസ്സിൽ, അതാണ് കൃത്യമായിട്ട് കാണാൻ പറ്റാത്തത്. ഒരു 2-3 സെക്കൻഡ് കൂടി കഴിയുമ്പോഴേക്കും കറക്റ്റ് 2 വരയുടെ മേളിലോട്ട് കയറി വരും. ശരിക്കും ഒരു കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. വരയുടെ മേളിലത്തെ ആ ടോപ്പിലത്തെ വരയുടെ കുറച്ചും കൂടി മേളിലാണ് നിൽക്കണത്. അത് കുറച്ച് കഴിയുമ്പോഴേക്കും അത് ശരിയാകും. ശരിക്കും ചെറിയൊരു കുറവ് എന്തായാലും വരും. പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോക്കോളും. അപ്പോൾ ഇതിൻ്റെയും പിന്നെ നമ്മൾ മാറിയ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ നമ്മൾ ടയറിൻ്റെ കാര്യം പറഞ്ഞല്ല, ഇപ്പോൾ കണ്ട, ഇപ്പോൾ അത് ക്ലിയർ ആയി വന്നുണ്ട് കണ്ട. നമ്മൾ TVSൻ്റെ യൂറോ ഗ്രിപ്പ് പ്രോട്ടോർക്ക് എക്സ്ട്രീം HR കൂടി മേടിച്ച് വണ്ടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ ഓയിൽ മാറിയതിൻ്റെ റിവ്യൂ നമുക്ക് അടുത്ത ദിവസം അറിയാൻ പറ്റും. കാരണം അടുത്ത ദിവസം നമ്മൾ വാൽപ്പാറ വഴി തമിഴ്നാട് പാലക്കാട് ആ റൂട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത്ര റൂട്ട് വണ്ടി ഓടിക്കുമ്പോഴേക്കും നമുക്ക് ഈ ടയറിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ നമുക്ക് അറിയാൻ പറ്റും. നല്ല അടിപൊളി ടയറാണ്, ഇതൊക്കെ റേസ് ട്രാക്കിൽ ഉപയോഗിക്കുന്ന ടയറാണിത്. അപ്പോൾ ഈ ഓയിലിൻ്റെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം ഏത് ഓയിൽ ഒഴിച്ചാലും ഫ്രഷ് ഓയിൽ ഒഴിക്കുമ്പോഴേക്കും ഒരു സ്മൂത്ത് ഉണ്ടാവും, അത് ഈ ഓയിലിനുണ്ട്. പക്ഷെ അതല്ല, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.